എന്താ സാർ, അകത്ത് കയറി വണ്ടി മുഴുവൻ ചെക്ക് ചെയ്യാൻ പോവാണല്ലേ? കണ്ടി കിട്ടും, കണ്ടി, വേറൊന്നും കിട്ടില്ല. വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. ഒന്നും കിട്ടില്ല സാറേ. കേറി നോക്ക്. ചെല്ല് സാറേ, കേറി നോക്ക്. വന്നിരിക്കുന്നു. ഡീലർ ആരാന്ന് പറ. ഡീലർ ആരാ? പറയില്ല, ഞാൻ പറയില്ല. എന്താ എനിക്ക് ഞാൻ പറഞ്ഞു തരില്ല. മാമ, വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. ലാസ്റ്റ് ഓപ്പറേഷനിൽ എത്ര പേരാ മരിച്ചത് സർ? വണ്ടിയിലുണ്ടായിരുന്ന എല്ലാരും മരിച്ചുപോയി. കഴിഞ്ഞ ഓപ്പറേഷനിൽ നിങ്ങൾ 2 പേരെ കൊന്നു. ഇപ്രാവശ്യം 3 പേരെ. നിങ്ങൾ ആയുധക്കടത്തുകാരെ എല്ലാവരെയും എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? പോലീസ് സംരക്ഷണത്തിന് വേണ്ടി മാത്രമേ വെടിവെക്കാറുള്ളൂ. ഇത് എൻകൗണ്ടർ അല്ല. ഇതിനു മുമ്പ് ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ 3 പാവപ്പെട്ട പോലീസ് ഓഫീസർ മരിച്ചുപോയി. അതേക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചോ? ചോദിക്കത്തില്ല. അതിനെക്കുറിച്ച് അറിയണമെന്ന് പോലും ഇല്ല. എന്തെന്നാൽ ഞങ്ങൾ മനുഷ്യന്മാരല്ല, ഞങ്ങൾ പോലീസ് അല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ നാടിന് വേണ്ടി സേവ ചെയ്ത് മരിക്കണം. ഇതാണല്ലോ കാലാകാലമായിട്ട് നടക്കുന്നത്. വെടിവെപ്പിൽ 3 പേര് മരിച്ചു. 4 ലക്ഷം പാക്കറ്റ് മയക്കുമരുന്ന് പോലീസ് അവരിൽ നിന്ന് കണ്ടെടുത്തു. ഇതെല്ലാം ഇൻസ്പെക്ടർ ദുർജയുടെ കഴിവാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇന്നലെ നടന്ന ഗൺ ഷൂട്ടിൽ 3 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ലാതെ 4 ലക്ഷം ഡ്രഗ്സ് ആണ് അവരുടെ കയ്യിൽ നിന്നും കണ്ടുപിടിച്ചിരിക്കുന്നത്. അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സത്യം എന്താണെന്ന് പറയടാ. നിനക്കെല്ലാ സത്യം അറിയാം. നീയല്ലേ അവന്മാരോട് പറഞ്ഞത്? സത്യം പറഞ്ഞോ. നിന്റെ തെറ്റുകാരന് എന്റെ ചേട്ടനാണ് മരിച്ചത്. നിന്നെ കൊല്ലി ഞാൻ. നീ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് നിന്റെ അവസാനത്തെ നിമിഷമാണ്. അവനെ വിട്ടേക്ക്. ആ ദുർജയാണ് നമ്മുടെ ടാർഗറ്റ്. മര്യാദക്ക് പാക്ക് ചെയ്യ്.
ഈ ബാഗ് വെച്ചേ. ഓക്കെ. ഹേയ്, എനിക്കൊരു പാക്കറ്റ് തന്നെ. എന്ത് ആടേക്ക് അറസ്റ്റ് ചെയ്തെന്നോ? എല്ലാം മറച്ചു വെക്ക്. വേഗാവട്ടെ, വേഗം പോലീസ് വരുന്നു. എപ്പോ വേണമെങ്കിലും എത്തും. ഡോണ്ട് മൂവ്, യു ആർ അണ്ടർ അറസ്റ്റ്. സേട്ട്, ആ SI അലിമർ സാദിഖിനെ അറസ്റ്റ് ചെയ്തു. നമുക്കിടയിൽ ആരോ ഒരാളാണ് അവൻ എല്ലാ ഇൻഫർമേഷനും കൊടുത്തോണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ അവൻ ഈസിയായി അറസ്റ്റ് ചെയ്യുന്നത്. നമ്മളെ കാട്ടിക്കൊടുക്കുന്ന ദ്രോഹി ആരാണെങ്കിലും ശരി, അവനെ ഞാൻ വെറുതെ വിടില്ല. അവനെ ഞാൻ കൊന്ന് കടലിൽ കെട്ടിത്താക്കും. ഇതിന്റെ ഓണർ ആരാ? പറടാ, ഇതിന്റെ ശരിക്കും ഓണർ ആരാ? ഞാനാ സാറേ, ഞാൻ തന്നെ. എടാ, ഇത് നോട്ട് ചെയ്തോ, ഒന്നും വിടരുത്. അറസ്റ്റ് ചെയ്തതിന് എവിഡൻസ് ഇല്ല, കേസും ഇല്ല. എങ്ങനെ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും? എനി പ്രോബ്ലം സർ? ഞാൻ അക്ബർ സേത്തിന്റെ മേലെ കംപ്ലൈന്റ് കൊടുക്ക. അതെ സർ. ബാദോൾ, ബാദോൾ, കേസ് ഫയൽ ചെയ്യ്. ഇനി ഞാൻ അവരെ വെറുതെ വിടത്തില്ല. അവന്മാർക്ക് നരകായിരിക്കും. മാമ, സാധാരണക്കാരുടെ ആരെങ്കിലും പുറത്തേക്ക് വിട്ടേക്ക്. എന്താ മോനെ, അവൻ എന്ത് സാധാരണ ആളല്ലോ. കഞ്ചാവ് കടത്തും, ചാരായം കടത്തും, മീഡിയയിൽ അവനെ വലുതാക്കി വെച്ചിരിക്കയല്ലേ. നിനക്ക് എന്തെങ്കിലും വട്ടുണ്ടോ? നമ്മൾ ഇളക്കി വിട്ടാലേ ആളെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇനി നിങ്ങള് അവനെ നോക്കിക്കൊണ്ടേയിരിക്കെ. നമുക്ക് വേണ്ടത് അക്ബർ സേട്ടാ, ഇവരല്ല. ഇപ്പൊ തീർച്ചയായിട്ടും അവരെ നമ്മളെ വലയിൽ കൊടുങ്ങും. നിങ്ങൾ ഫോളോ ചെയ്തോളൂ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം.